Hi all, welcome back. Algorithmic Thinking with Python പാർട്ട് 2 സ്വാഗതം. പാർട്ട് 1 നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് ഇത് കാണുന്നതായിരിക്കും കൂടുതൽ ഉത്തമം. ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് സംസാരിക്കാൻ പോകുന്നത് പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജീസിനെ പറ്റിയാണ്. ആൻഡ് അതിൽ തന്നെ 4 ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. അതിൻ്റെ അർത്ഥം പ്രോബ്ലം സോൾവിങ്ങിന് ഇത്ര സ്ട്രാറ്റജീസ് മാത്രമേ ഉള്ളൂ എന്നല്ല. നമ്മൾ ആ സിലബസ് പ്രകാരമാണ് പോകുന്നത്. അതുകൊണ്ട് ഈ വീഡിയോയിൽ പ്രധാനപ്പെട്ട 4 പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജീസിനെ പറ്റി സംസാരിക്കുന്നു. അതിലും പ്രധാനപ്പെട്ട വേരിയസ് സ്ട്രാറ്റജീസ് ആർ അവൈലബിൾ. അത് നമ്മൾ വരുന്ന വീഡിയോസിൽ സംസാരിക്കുന്നതായിരിക്കും. പ്രോബ്ലം സോൾവിങ് ഈസ് ദ പ്രോസസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എ പ്രോബ്ലം, അനലൈസിങ് ഇറ്റ്, സെലക്ടിങ് എ suitable approach, and finally arriving at a correct solution. Every day we solve problems. ഏതെങ്കിലും ഒരു ഷോപ്പിലോട്ട് പോകാനുള്ള ഷോർട്ടസ്റ്റ് റൂട്ട്, ഒരു സിറ്റിയിലെ ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത്, ഈവൻ നഷ്ടപ്പെട്ടു പോയ ഒരു ഫോൺ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള ഡിഫറെൻറ്റ് പ്രോബ്ലംസ് ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ സോൾവ് ചെയ്യാറുണ്ട്. പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജി 1, trial and error. Try a solution. If that doesn't work, try with another solution till you get the right solution. അതാണ് ട്രയൽ ആൻഡ് എറർ. സേ ഫോർ എക്സാമ്പിൾ, നമ്മളുടെ ഫോണിൻ്റെ പിൻ മറന്നുപോയെന്നിരിക്കട്ടെ, അൺലോക്ക് ചെയ്യാനുള്ള. നമ്മളെന്തോ ചെയ്യുന്നത്, നമ്മുടെ ഓർമ്മയിലുള്ള സാറിന് കൊടുക്കാൻ സാധ്യതയുള്ള നമ്പറുകളൊക്കെ വെച്ച് ട്രൈ ചെയ്യും, നമുക്കത് കിട്ടുന്നത് വരെ. അതാണ് ട്രയൽ ആൻഡ് എറർ എന്ന് പറയുന്നത്. അപ്പം വളരെ ഈസിയാണ്, സിമ്പിളാണ്. ചെറിയ പ്രോബ്ലത്തിനൊക്കെ അത് ഉപകരിക്കും. പക്ഷേ ഇഫ് യു ആർ ട്രൈങ് ടു സോൾവ് എ ലാർജ് കോംപ്ലെക്സ് പ്രോബ്ലം, ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി ഡിഫിക്കൽട്ട്. അതാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വേറൊരു ഉദാഹരണം ചിന്തിച്ച് നോക്കാം. ഈ ട്രയൽ ആൻഡ് എറർ അപ്ലൈ ചെയ്യുന്ന വേറെ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ചിന്തിച്ച് നോക്കാം. ചിന്തിച്ച് നോക്കിയോ? ഓക്കെ, നേരത്തെ പറഞ്ഞാൽ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? സിമ്പിളാണ്, വലിയ പ്ലാനിംഗ് ഒന്നും ആവശ്യമില്ല, ചെറിയ പ്രോബ്ലത്തിനൊക്കെ അത് സഹായിക്കുകയും ചെയ്യും. പക്ഷേ ഡിസഡ്വാൻറ്റേജ് എന്താണ്? ചിലപ്പോൾ ഭയങ്കരമായിട്ട് ടൈം കൺസ്യൂമിങ് ആയിരിക്കും. വലിയ പ്രോബ്ലത്തിന് അതൊരു ഉത്തമ സൊല്യൂഷനുമല്ല. സോ ദാറ്റ്സ് അബൌട്ട് ട്രയൽ ആൻഡ് എറർ അപ്രോച്ച്. പ്രോബ്ലം സോൾവിങ്ങിനുള്ള രണ്ടാമത്തെ ഒരു സ്ട്രാറ്റജിയാണ് ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു പുതിയ സിറ്റിയിലോട്ട് പോവുകയാണ്. അവിടുത്തെ ഒരു ബെസ്റ്റ് റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കണം. നിങ്ങൾ ഓരോ റെസ്റ്റോറൻറ്റും പോയി നോക്കുമോ? ഇല്ല. നിങ്ങൾ മേ ബി ഇൻ്റർനെറ്റിൽ അതിൻ്റെ റിവ്യൂസൊക്കെ നോക്കും, അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥലവുമായിട്ടുള്ള ഡിസ്റ്റൻസ് എത്രമാത്രം ഉണ്ടെന്ന് നോക്കും, അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ റെക്കമെൻഡേഷൻ എടുക്കും. അപ്പോൾ അങ്ങനെ ഒരു സൊല്യൂഷനിലോട്ട് നിങ്ങൾ അറൈവ് ചെയ്യുക. പെട്ടെന്ന് വളരെ ഒരു ഡിസിഷൻ എടുക്കുക, ക്വിക്കായിട്ടൊരു ഡിസിഷൻ എടുക്കുക. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കമ്പനി 100 പേരെ റിക്രൂട്ട് ചെയ്യണം. അപ്പോൾ അവർക്കൊരു 5000 റെസ്യൂംസ് അവർക്ക് കിട്ടി. അപ്പോൾ ഈ 5000 റെസ്യൂംസും ഡീറ്റെയിലായിട്ട് നോക്കുന്നതിന് പകരം അവർക്ക് എന്ത് സ്കിൽസാണോ വേണ്ടത്, ആ സ്കിൽസ് അവരുടെ റെസ്യൂമേലുണ്ടോ എന്ന് പെട്ടെന്ന് നോക്കുന്നു. അപ്പോൾ ആ ഫിൽറ്ററിങ് ഭയങ്കര ഈസി ആയിരിക്കും.
അപ്പോൾ ആ കൈൻഡ് ഓഫ് അപ്രോച്ചിനാണ് ഹ്യൂറിസ്റ്റിക്സ് അപ്രോച്ച് എന്ന് പറയുന്നത്. എ ഹ്യൂറിസ്റ്റിക് ഈസ് എ പ്രാക്ടിക്കൽ മെത്തേഡ് ദാറ്റ് ഹെൽപ്പ് us ഫൈൻഡ് എ ഗുഡ് സൊല്യൂഷൻ ക്വിക്ക്ലി. But that doesn't guarantee the best solution always. അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റും. പക്ഷെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബെസ്റ്റ് സൊല്യൂഷൻ ആണെന്ന് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റത്തില്ല. മൂന്നാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് മീൻസ് ആൻഡ് അനാലിസിസ്. അതായത് നമ്മുടെ കറണ്ട് സിറ്റുവേഷൻ ആൻഡ് ദർസ് എ ഡിഫറൻസ് ആൻഡ് ദെൻ ദ ഗോൾ. നമ്മളുടെ ഡെസ്റ്റിനേഷനിൽ എത്താനായിട്ട് ഒരു ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് കുറച്ചുകൊണ്ട് വരിക ആൻഡ് ഫൈനലി അറൈവ് അറ്റ് ദ ഡെസ്റ്റിനേഷൻ. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, യു വാണ്ടഡ് ടു സ്കോർ 90 മാർക്സ് ഇൻ ദ സബ്ജക്റ്റ് ബട്ട് യു ഗോട്ട് 40 മാർക്സ്. അപ്പോൾ അത് നെക്സ്റ്റ് ടൈം 90 മാറ്റണം, അല്ലെങ്കിൽ 90 അച്ചീവ് ചെയ്യണം. എന്താ ചെയ്യുന്നത്? പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ആൻസർ ചെയ്യും, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യും, റിവിഷൻസ് നടത്തും. അങ്ങനെയുള്ള ആ ലേണിംഗ് പ്രോസസ്സിൽ കൂടെ ആ ഡിസ്റ്റൻസ് കുറയ്ക്കുന്നു. ആൻഡ് ഫൈനലി യു അറൈവ് അറ്റ് or you are getting 90 marks. ആ അപ്രോച്ചിനാണ് മീൻസ് ആൻഡ് അനാലിസിസ് എന്ന് പറയുന്നത്. ദ ഫോർത്ത് സ്ട്രാറ്റജി ഈസ് ബാക്ക് ട്രാക്കിംഗ്. ബാക്ക് ട്രാക്കിംഗ് ഈസ് എ പ്രോബ്ലം സോൾവിംഗ് സൊല്യൂഷൻ in which we try with one solution. If it doesn't work, we go back, we undo that choice, and we try with another solution until we find the correct solution. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു കോളേജിൽ നിങ്ങളൊരു എക്സാം എഴുതാൻ പോകുന്നു. അപ്പോൾ എൻട്രൻസിൻ്റെ അവിടെ നിങ്ങൾ ചോദിക്കുന്നു റൂം നമ്പർ 309 എവിടെയാണ്. അപ്പോൾ അവർ പറയുന്ന അടുത്ത ഒരു ബിൽഡിംഗ് കാണിച്ചിട്ട് പറഞ്ഞു അവിടെയാണ് ആ റൂമെന്ന് പറയുന്നു. അപ്പോൾ എക്സാം തുടങ്ങാറായി, നിങ്ങൾ ഇച്ചിരി താമസിച്ചു പോയി. നിങ്ങൾ ഓടിച്ചെന്ന് ഫസ്റ്റ് ഫ്ലോറിൽ പോയിട്ട് 309 തപ്പുന്നു, കാണുന്നില്ല. തിരിച്ചു മടങ്ങുന്നു. സെക്കൻഡ് ഫ്ലോറിൽ പോകുന്നു, അവിടെയും 309 തപ്പിയിട്ട് കാണുന്നില്ല, മടങ്ങുന്നു. തേർഡ് ഫ്ലോറിൽ പോകുന്നു. ആൻഡ് ഫൈനലി യു ഫൈൻഡ് ദ കറക്റ്റ് റൂം നമ്പർ, ദാറ്റ് ഈസ് 309. ഇതാണ് ബാക്ക് ട്രാക്കിംഗ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ഓരോ സ്ട്രാറ്റജിക്കും ഈ കേട്ടതിൽ നിന്നും നല്ല ഒരു ഡെഫിനിഷൻ നിങ്ങൾ തന്നെ ഫ്രെയിം ചെയ്യുക. റിയൽ ലൈഫ് എക്സാമ്പിൾസ് 1-2 എണ്ണം ഓരോ സ്ട്രാറ്റജിക്കും കണ്ടുപിടിച്ചിട്ട് എഴുതുക. ഓരോ സ്ട്രാറ്റജിയുടെയും അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഡിസഡ്വാൻറ്റേജസ് ഏതൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കി കഴിയുമെങ്കിൽ നിങ്ങളൊരു നോട്ട്സ് തന്നെ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ ഈ 4 സ്ട്രാറ്റജികളുടെ തിയറി മാത്രമാണ് പഠിച്ചത്. ഇനിയും വരാൻ പോകുന്ന വീഡിയോസുകളിൽ നമ്മൾ ധാരാളം പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ സ്ട്രാറ്റജികളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യും. ഏത് സ്ട്രാറ്റജിയാണ് ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിന് സ്യൂട്ടബിൾ എന്ന് മനസ്സിലാക്കിയിട്ട് we will apply it and we will find out a solution for that. Thank you for watching this video. See you in the next video.